ചോറ് കഴിക്കാൻ എളുപ്പത്തിലൊരു മെഴുക്കുവരട്ടി ആയാലോ. കടച്ചക്ക, അതായത് ശീമച്ചക്ക എന്നൊക്കെ പറയത്തില്ലേ, അതാണ് കേട്ടോ. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താമസിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു കുഞ്ഞു ചക്കയാണ് എടുത്തേക്കുന്നത്. ഇതൊരു ഇച്ചിരിയും കൂടി വിളയാനുണ്ട്, എങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ മുള്ളൊക്കെ പരന്ന് വന്നിട്ടുണ്ട്. അങ്ങനത്തെ ചക്കയാണ് നമ്മൾ വിളഞ്ഞതെന്ന് മനസ്സിലാക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് ഹാർഡാണ് കട്ട് ചെയ്യാനൊക്കെ. പതിയെ കൈ മുറിയാതെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇത് നാലാക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ നടുവിൽ ആ കുഞ്ഞുണ്ടല്ലോ, അതൊക്കെ ചെത്തിക്കളയണേ. ചെത്തിക്കളഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ തോലും കൂടി ചെത്തിക്കളയാം. ഇത് വിളഞ്ഞതായതുകൊണ്ടാണ് ഇതിലങ്ങനെ കറയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. അങ്ങനെ നമ്മളിതിൻ്റെ തൊലിയൊക്കെ ചെത്തി മാറ്റിയിട്ടുണ്ട്. ഇനി 4 കഷ്ണത്തിൻ്റെയും കൂടെ നമുക്ക് തൊലിയെല്ലാം കളഞ്ഞ് നല്ല നീറ്റാക്കി എടുക്കാം. കഴുകുന്നത് പിന്നെ കഴുകിയാൽ മതി. ഇനി നമുക്ക് എത്രത്തോളം വലിപ്പം മെഴുക്ക് പുരട്ടിക്ക് വേണം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ആ രീതിക്ക് ഇതേപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കണേ. ചിലർക്കെന്ന് പറഞ്ഞാൽ കുറച്ച് വീതി കൂടിയ കഷ്ണങ്ങളായിരിക്കും ഇഷ്ടം. ചിലർക്ക് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കുന്നതാണ് ഇഷ്ടം, നമ്മൾ ചേനയൊക്കെ മെഴുക്ക് പുരട്ടുന്ന പോലെ. ഇവിടെ പക്ഷേ ഇങ്ങനെ കട്ട് ചെയ്തതാണ് ഇഷ്ടം. അങ്ങനത്തെ നമ്മളിതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം, എന്തെങ്കിലും കറയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിത് വെള്ളത്തിലിടാതെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യേ. ഇനി നമുക്ക് ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ കേരളീയരുടെ തനത് രുചികളൊക്കെ നമ്മൾ പാകം ചെയ്ത് ആ ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണയാണ് എപ്പോഴും നല്ലത്. കടുകും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് താളിച്ച് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ കടച്ചക്ക, അതായത് ശീമച്ചക്ക ഇട്ട് കൊടുക്കാം. ഞങ്ങളുടെ ഇങ്ങോട്ടൊക്കെ ശീമച്ചക്ക എന്നാണ് പറയുന്നത്. ട്രിവാൻഡ്രം സൈഡൊക്കെ കൊല്ലം സൈഡൊക്കെ ശീമച്ചക്ക എന്നാണ് പറയുന്നത്. പക്ഷേ വടക്കോട്ടൊക്കെ പോകുമ്പം കടച്ചക്ക എന്നാണ് പറയുന്നത്. ഇനി ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളാമേ. ആവശ്യത്തിനുള്ള ഉപ്പ് വെള്ളമോ ഉപ്പ് പൊടിയോ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്നിങ്ങനെ തട്ടിപ്പൊത്തി നമുക്കൊന്ന് മൂടി വയ്ക്കണം. ആവിയിലിത് വെന്ത് കിട്ടണം. പതിയെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടപ്പ് മാറ്റിയിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ തന്നെ വെള്ളമയം പതുക്കെ ഇങ്ങനെ ഊർന്നിറങ്ങിക്കോളും. ആ ഒരു ആവി കൊണ്ട് തന്നെ ഇത് വെന്തും കിട്ടേ. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ തുറന്നിട്ട് ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് ഇളക്കിയതിന് ശേഷം തട്ടിപ്പൊത്തി ഇങ്ങനെ വെച്ച് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ ഈ ചാനലിൽ കുറേ നല്ല നല്ല റെസിപ്പീസും ബ്ലോഗ്സും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ടൊന്ന് വാടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മളൊന്ന് നിരത്തി ഇട്ട് കൊടുക്കണം. കാരണം അധികമുള്ള വെള്ളമയമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. വളരെ കുറച്ച് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇതിന് നമ്മൾ കുരുമുളകും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഒന്നിങ്ങനെ നന്നായിട്ടിങ്ങനെ ഇളക്കി കൊടുക്കണം. ആ പൊടികളൊക്കെ എല്ലാ സ്ഥലത്തും മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു കളറൊക്കെ ഗുണമൊക്കെ എല്ലാ കഷ്ണങ്ങളിലും ഇങ്ങനെ പിടിക്കത്തക്ക രീതിയിൽ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളിത് വീട്ടിൽ തന്നെ പൊടിക്കുന്ന മുളക് പൊടിയാണ്. പിരിയൻ മുളകും പാണ്ടി മുളകും കൂടെ ചേർത്താണ് പൊടിക്കുന്നത്. 1 കിലോ പിരിയൻ മുളകും 1/2 കിലോ കൊല്ലമുളക്, പാണ്ടി മുളക് എന്നൊക്കെ പറയത്തില്ലേ, എരിവുള്ള വറ്റൽ മുളക്, ആ രീതിയിലാണ് ഇവിടെ പൊടിക്കുന്നത്. പൊടിയുടെ കുത്തൽ മാറിയതിന് ശേഷം ഒന്ന് നിരത്തി കൊടുക്കാം. അപ്പം ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു, അതുകൊണ്ടാണ്. നമ്മൾ ഏത് കറി ഉണ്ടാക്കുമ്പോഴും ആദ്യമേ ഒരുപാട് ഉപ്പിടുന്നതിന് പകരം ആദ്യം കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം അവസാനം ആവശ്യത്തിന് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമല്ലോ. ഇവിടെ പൊതുവേ ഞങ്ങൾക്ക് ഉപ്പ് ഇച്ചിരി കുറവാണ്, പൊതുവേ എല്ലാ സ്ഥലത്തും ഉള്ളതിനേക്കാളും. കാരണം ഞങ്ങളുടെ വീട്ടിൽ പ്രഷറൊക്കെ ഉള്ളതുകൊണ്ട് ആ രീതിക്ക് ഞാനാണ് ഉപ്പിടുന്നത്. ഇനി ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി വിതറി കൊടുക്കാം. എന്നിട്ട് ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കണം. കാരണം സിമ്മിലിട്ട് കൊടുക്കണേ. അപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞും വരും. ആ മുളക് പൊടിയൊക്കെ നന്നായിട്ട് ഇതിനകത്ത് പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റും കൂടെ കിട്ടേ. അടിക്കൊന്നും പിടിക്കുകയേ ചെയ്തിട്ടില്ല കേട്ടോ. ഞാനിത് ഇളക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അങ്ങനത്തെ നമ്മുടെ കിടുക്കാച്ചി മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ് കഴിക്കാൻ അടിപൊളിയാണ്. ഇനി തമ്മനയിലിൻ്റെ ഫോട്ടോ എടുക്കണം. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.